വിവാദ CD തേടി ബിജു രാധാകൃഷ്ണനൊപ്പം 6 അംഗ സംഘം കോയമ്പത്തൂരിലെ സെൽവപുരത്തെ വീട്ടിൽ CD ഇല്ല. ഇനി എങ്ങോട്ട് പോകണമെന്നറിയില്ലെന്ന് ബിജു രാധാകൃഷ്ണൻ. എല്ലാവരെയും കൂട്ടിപ്പോയാൽ ഒന്നും കിട്ടില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. CD കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോരാൻ കമ്മീഷന്റെ നിർദ്ദേശം. ഫാക്ടിന് ധനസഹായം നൽകാൻ കേന്ദ്രത്തിന്റെ പുതിയ നിബന്ധന. 1000 കോടിയുടെ അടിയന്തര സഹായത്തിന് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈമാറണമെന്ന് കേന്ദ്ര സർക്കാർ. നഗരവികസനത്തിന് 580 കോടിയുടെ കേന്ദ്ര സഹായം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി. നരേന്ദ്രമോദിയെ ശിവഗിരിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് ശിവഗിരി മഠം. SNDPയുടെ തലപ്പത്തിരുന്ന് വെള്ളാപ്പള്ളി പാർട്ടി രൂപീകരിച്ചത് ശരിയായില്ലെന്നും ശിവഗിരി മഠം സ്വാമിമാർ. അടൂർ SNDP യൂണിയന്റെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് ഒത്തുതീർക്കാൻ ശ്രമം. ജേക്കബ് തോമസിന് DGP TP സെൻകുമാറിന്റെ മറുപടി. ജേക്കബ് സ്വന്തം ജീവിതത്തിൽ പാലിക്കാനാകാത്തത് പറഞ്ഞു നടക്കുന്നുവെന്ന് സെൻകുമാർ. അഴിമതിക്കെതിരായ വിമർശം പറയേണ്ടിടത്ത് പറയണമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. വാഹനാപകട കേസിൽ സൽമാൻ ഖാനെ മുംബൈ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി. സാക്ഷിമൊഴി വിശ്വസിക്കാനാകില്ല. സൽമാനെ ശിക്ഷിക്കാൻ മതിയായ തെളിവില്ലെന്നും കോടതി. സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരായ തെളിവുകൾ ഉണ്ടെന്ന് പറയുന്ന CD പിടിച്ചെടുക്കാൻ സോളാർ കമ്മീഷൻ നിയോഗിച്ച 6 അംഗ സംഘം തമിഴ്നാട്ടിലെ സെൽവപുരത്തെത്തി. ഇനി എങ്ങോട്ട് പോകണം എന്നറിയില്ലെന്ന് ബിജു രാധാകൃഷ്ണൻ. എല്ലാവരെയും കൂട്ടിപ്പോയാൽ ഒന്നും കിട്ടില്ലെന്ന് താൻ നേരത്തെ പറഞ്ഞിരുന്നു. CD കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോരാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഇർഷാദ് പടന്ന ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് സെൽവപുരത്ത് നിന്ന്. ഇർഷാദ്, 6 മണിക്കൂർ കൊച്ചിയിൽ നിന്ന് സഞ്ചരിച്ചാൽ എത്താവുന്നിടത്ത് CD ഭദ്രമായുണ്ട്. അവിടെ ചെന്നാൽ CD കയ്യിൽ കിട്ടും, അത് കമ്മീഷന് കൈമാറാം. ഇതായിരുന്നു ബിജു രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നത്. നാടകീയമായ മുഹൂർത്തങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു വലിയ മാധ്യമ സംഘം ഈ 6 അംഗ സംഘത്തെ പിന്തുടർന്നു. ഏറ്റവും ഒടുവിൽ സെൽവപുരത്ത് എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? സെൽവപുരത്ത് ബിജു രാധാകൃഷ്ണൻ CD ഉണ്ട് എന്ന് പറഞ്ഞിടത്ത് CD ഇല്ലേ? എന്തൊക്കെയാണ് വിവരങ്ങൾ? നാടകീയ രംഗങ്ങളാണ് ഇത്രയും നേരം കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലെ സെൽവപുരത്തേക്ക് എത്തുമ്പോഴുണ്ടാകുന്നത്. 3:45 പുറപ്പെട്ട സംഘം വൻ മാധ്യമപ്പടയും വൻ പോലീസ് സംഘവുമായി സെൽവപുരത്തെത്തുമ്പോൾ CD ലഭ്യമായിട്ടില്ല. അതിൽ മാത്രം വ്യക്തതയില്ല. സെൽവപുരത്തെ ഒരു വീട്ടിൽ സെൽവി എന്ന ആളുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാണ് ബിജു രാധാകൃഷ്ണൻ പറയുന്നത്. ഇവിടെ ഈ വീട്ടിൽ ഇപ്പോൾ ചന്ദ്രൻ എന്നയാളാണ് താമസിക്കുന്നത്. വീട്ടിൽ സ്ത്രീകൾ മാത്രമാണുള്ളത്. അവർക്ക് ഒരു ധാരണയുമില്ല. ബിജു രാധാകൃഷ്ണൻ സംസാരത്തിലും യാതൊരു വ്യക്തതയുമില്ല. ബിജു രാധാകൃഷ്ണൻ ഇപ്പോഴും പറയുന്നത് തനിക്കറിയില്ല, 2.5 വർഷം മുമ്പ് ഞാൻ ഇവിടെ ഏൽപ്പിച്ചിരുന്നു, ഞാൻ കമ്മീഷനോട് നേരത്തെ പറഞ്ഞതാണ്. ഇർഷാദ് പടന്നയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സെൽവപുരത്തുനിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. സെൽവപുരത്താണ് ബിജു രാധാകൃഷ്ണൻ. സെൽവപുരത്ത് ചന്ദ്രന്റെ വീട്ടിൽ താമസിച്ചിരുന്ന സെൽവി എന്നയാളുടെ കയ്യിലാണ് CD ഏൽപ്പിച്ചിരുന്നതെന്നാണ് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞത്. ഇപ്പോൾ ചന്ദ്രന്റെ വീട്ടിൽ സ്ത്രീകൾ മാത്രമാണ് ഉള്ളത്. അവിടെ നിന്നും CD കണ്ടെത്താനായിട്ടില്ല. എന്ത് സംഭവിച്ചു എന്ന് തനിക്കറിയില്ല എന്നാണ് ബിജു രാധാകൃഷ്ണൻ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറയുന്നത്. ഇർഷാദ്, ഇപ്പോൾ ചന്ദ്രന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവർ ബിജു രാധാകൃഷ്ണനെ തിരിച്ചറിഞ്ഞോ? CD കയ്യിലുണ്ട് അല്ലെങ്കിൽ CD കൈവശം ഏൽപ്പിച്ചിരുന്നു എന്ന് പറയുന്ന സെൽവി ആരാണ് ബിജു രാധാകൃഷ്ണന്റെ? ഇർഷാദ്, നാടകീയമായ നിമിഷങ്ങളാണ് കടന്നുപോയത്. നേരത്തെ ഇപ്പോൾ നമ്മൾ കാണുന്നത് സെൽവപുരത്ത് CD സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു എന്ന് ബിജു രാധാകൃഷ്ണൻ പറയുന്ന സെൽവിയുടെ വീടാണ്. ഇപ്പോഴവിടെ ചന്ദ്രൻ എന്ന ആളും കുടുംബവുമാണ് കഴിയുന്നത്. എവിടെ പോയി CD എന്ന് തനിക്കറിയില്ല. 2.5 വർഷം മുൻപാണ് CD ഏൽപ്പിച്ചത്. എല്ലാവരും കൂടി വന്നാൽ ഇതെടുക്കാനാകില്ല എന്ന് നേരത്തെ തന്നെ താൻ സംഘത്തോട് പറഞ്ഞിരുന്നതാണ് എന്നാണ് ബിജു രാധാകൃഷ്ണൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതായാലും CD കിട്ടിയില്ലെങ്കിൽ സംഘത്തോട് മടങ്ങി വരാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. ഇർഷാദ് പടന്ന നിമിഷങ്ങൾക്കകം ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന വിവരങ്ങളുമായി സെൽവപുരത്ത് നിന്ന്. ഇർഷാദ്, ചന്ദ്രന്റെ വീട്ടിൽ സെൽവി എന്ന ആളുടെ കയ്യിൽ CD ഏൽപ്പിച്ചു എന്നാണല്ലോ ബിജു രാധാകൃഷ്ണൻ പറയുന്നത്. സെൽവിയും ബിജു രാധാകൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്താണ്? സെൽവി എവിടെയുണ്ട്? എന്തൊക്കെയാണ് വിവരങ്ങൾ?
ഗോപി, ഇത് സംബന്ധിച്ച് യാതൊരു വ്യക്തതയുമില്ല. ബിജു രാധാകൃഷ്ണൻ പറയുന്നത് ഷെൽവി ഇവിടെ ഞാൻ നേരത്തെ താമസിച്ചിരുന്നു, ഇവിടെ ഉണ്ടായിരുന്ന ഷെൽവി എന്നയാൾക്കാണ് ഞാൻ CD നൽകിയിട്ടുള്ളത്. ഈ ഷെൽവിയെ അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെക്കാർക്ക് അറിയാം, ബിജു രാധാകൃഷ്ണനെ കണ്ടതായിട്ട് ഈ പരിസരത്തുള്ളവർക്ക് അറിയാം. ഇവിടെ ചന്ദ്രനാണ് താമസിക്കുന്നത്, ചന്ദ്രന്റെ ബന്ധുവാണ് ഷെൽവി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ചന്ദ്രൻ ഇവിടെ ഇല്ല, ഇവിടെ സ്ത്രീകൾ മാത്രമാണ്. അവരിൽ നിന്നും യാതൊരു വ്യക്തമായ വിവരവുമില്ല. ബിജു രാധാകൃഷ്ണൻ ഇപ്പോൾ പറയുന്നത് എനിക്ക് ഇനി എങ്ങോട്ട് പോകണം എന്നറിയില്ല. ഇത് നേരത്തെ കമ്മീഷനോട് ഞാൻ വ്യക്തമാക്കിയതാണ്, ഇത്തരത്തിൽ ഈ രീതിയിൽ വന്നാൽ കിട്ടില്ല എന്ന്. ഇത് തന്നെയാണ് പോലീസുകാരുടെയും അവസ്ഥ. കമ്മീഷന്റെ പ്രതിനിധി ഇപ്പോൾ അറിയിക്കുന്നത് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ തിരിച്ചു പോകാമെന്നാണ്. ഈ അവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അനിശ്ചിതാവസ്ഥ ഇപ്പോഴും തുടരുകയാണ് ഗോപി. ഈ ഷെൽവിയും ബിജു രാധാകൃഷ്ണനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇർഷാദ്? ഷെൽവിയും ബിജു രാധാകൃഷ്ണനും എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് വ്യക്തമില്ല. നേരത്തെ ഒളിവിലിരുന്ന കാലത്ത് ഷെൽവി ബിജു രാധാകൃഷ്ണൻ താമസിച്ചിരുന്ന വീടാണിത്. വാടക താമസിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് ഷെൽവി ഇപ്പോൾ എവിടെയുണ്ടെന്ന കാര്യത്തിൽ വ്യക്തമായ വിവരം ബിജു രാധാകൃഷ്ണനോ പോലീസിനോ നൽകാൻ സാധിക്കുന്നില്ല. ചന്ദ്രന്റെ ബന്ധുവാണ് ഷെൽവി എന്നാണ് മനസ്സിലാക്കുന്നത്. ചന്ദ്രൻ ഇവിടെ ഇല്ല, ഈ വീട്ടുടമസ്ഥൻ ഇപ്പോൾ സ്ഥലത്തില്ല, സ്ത്രീകളാണുള്ളത്. അവർക്കും വ്യക്തമാക്കാൻ കഴിയുന്നില്ല. ചന്ദ്രനെങ്കിലും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും പോലീസ് സംഘം ഇവിടെ കാത്തിരിക്കുന്നത്. യാതൊരു തരത്തിൽ വിവരം ലഭിക്കുന്നതിൽ തിരിച്ചു പോകാമെന്ന് കമ്മീഷന്റെ വക്താവ് നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഗോപി, ഇർഷാദ്, ഇവിടെ ഷെൽവിയെ കാണാം എന്ന വിചാരത്തിലാണല്ലോ ബിജു രാധാകൃഷ്ണൻ സെൽവപുരത്ത് എത്തിയത്. അവിടെ ചന്ദ്രനുമില്ല. ചന്ദ്രൻ എവിടെ പോയി എന്നാണ് വീട്ടുകാർ പറയുന്നത്? വീട്ടുകാരെല്ലാം ബിജു രാധാകൃഷ്ണനെ തിരിച്ചറിഞ്ഞു. വീട്ടുകാരുടെ ഗോപി, പരിസരവാസികൾ ബിജു രാധാകൃഷ്ണനെ മുമ്പ് കണ്ടത് പലരും കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അല്പനാൾ ഉണ്ടായിട്ടുണ്ടെന്ന് എന്ന് പലരും പറയുന്നുണ്ട്. എന്നാലും വ്യക്തമല്ല. 2.5 വർഷം മുമ്പുള്ള സംഭവമാണ്. പലരും ബിജു രാധാകൃഷ്ണനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ വീട്ടുകാർക്ക് വ്യക്തമായ വിവരം നൽകാൻ സാധിക്കുന്നില്ല. ചന്ദ്രൻ ഇവിടെ തൊട്ടടുത്തില്ല, ദൂരെയാണ് എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് നൽകുന്നത്. ചന്ദ്രനെ ഇതുവരെ കണ്ടെത്താനുള്ള ശ്രമമാണ്. ചന്ദ്രൻ വരും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസ് സംഘം. ചന്ദ്രനെ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നത് ഗോപി. ഇർഷാദ്, ഇനി അറിയേണ്ടത് ബിജു രാധാകൃഷ്ണൻ അവിടെ CD ഉണ്ടെന്നുള്ള ധാരണയിൽ അവിടെ ചെല്ലുന്നു. അവിടെ അദ്ദേഹം പ്രതീക്ഷിച്ച ആളെ കാണുന്നില്ല. അതിനുശേഷം ബിജു രാധാകൃഷ്ണന്റെ പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹം പോലീസുകാരോട് എന്ത് പറഞ്ഞു? മാധ്യമങ്ങളോട് എന്ത് പറഞ്ഞു? ഗോപി നേരത്തെ പറഞ്ഞതാണ് ബിജു രാധാകൃഷ്ണൻ പ്രതികരിക്കുന്നത്. ഞാൻ ഇവിടെയാണ് ഉണ്ടായിരുന്നത്, ഇവിടെ ഷെൽവി ഉണ്ടായിരുന്നു. ഞാൻ 2.5 വർഷം മുമ്പ് ഷെൽവി എന്നാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടെന്ന ഉറപ്പിലും വിശ്വാസത്തിലുമാണ് ഇവിടെ വന്നത്. ഇവിടെ കാണാനില്ല. ബിജു രാധാകൃഷ്ണൻ നിർദ്ദേശപ്രകാരം പോലീസ് സംഘം അടക്കമുള്ളവർ ഈ വീട് മുഴുവൻ കയറി പരിശോധിക്കുകയും ചെയ്തു. ഇത് കാണുന്നില്ല. ഇനി എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഇനി എന്ത് വേണമെന്ന് പറയാൻ നിർദ്ദേശിക്കാനും ആവുന്നില്ല എന്ന നിലപാടിലാണ് ബിജു രാധാകൃഷ്ണൻ. ഇങ്ങനെയാണ് ബിജു രാധാകൃഷ്ണൻ നിലപാടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം, തെളിവ് ലഭിച്ചിട്ടില്ല എന്ന രീതിയിൽ തന്നെ തിരിച്ചു പോകാം എന്നാണ് കമ്മീഷന്റെ പ്രതിനിധി നിലപാടെടുക്കുന്നത്. ഗോപി, ഇർഷാദ്, അവിടെ ചെന്ന ശേഷം ബിജു രാധാകൃഷ്ണൻ ആ CD എവിടെയുണ്ട് എന്ന് ബിജു തന്നെ പരിശോധിക്കുകയാണോ ചെയ്തത്? അതോ പോലീസ് അവരുടെ രീതിയിൽ വീട്ടിൽ പരിശോധന നടത്തുകയുണ്ടായോ? ഗോപി, ഇവിടെ സംഭവിച്ചത് വീട് ഏതാണെന്ന് പോലീസ് സംഘം ആദ്യം ഇറങ്ങി ഉറപ്പുവരുത്തിയതിനു ശേഷം ബിജു രാധാകൃഷ്ണനുമായി ഒരുമിച്ച് ബിജു രാധാകൃഷ്ണൻ ഒപ്പമാണ് വീട്ടിനകത്തേക്ക് കയറിയത്. ബിജു രാധാകൃഷ്ണൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു, പോലീസ് സംഘത്തോടൊപ്പം. വളരെ ചെറിയ വീടാണിത്. അതുകൊണ്ട് തന്നെ വൻ സന്നാഹം കയറിയാൽ കൂടെ കയറാൻ ആർക്കും പറ്റിയിരുന്നില്ല. എങ്കിലും പറ്റാവുന്ന രീതിയിൽ വ്യാപകമായ തിരച്ചിൽ എല്ലാവരും കൂടി നടത്തിയിട്ടുണ്ട്. ബിജു അതോടൊപ്പം തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇനി ഷെൽവിയെ കിട്ടിയാൽ മാത്രമേ CD സംബന്ധിച്ച് കൂടുതൽ വിശദാംശം നൽകാൻ കഴിയൂ എന്നാണ് ബിജു പറയുന്നത്. ഈ വീട്ടിൽ വെച്ചാണ് കൊടുത്തിരുന്നത്, എന്നാൽ ഇവിടെ ഉണ്ടാവണമെന്നില്ല എന്ന നിലപാടിലാണ്. ഇത് ഷെൽവിയെ കണ്ടെത്തിയാൽ മാത്രമേ തനിക്ക് പറയാനാവൂ എന്നതുമായിരുന്നു നിലപാട്. ഇത് CD തപ്പി എടുക്കാൻ വേണ്ടി ബിജുവും പോലീസ് സംഘത്തോടൊപ്പം വീട്ടിലുണ്ടായിരുന്നു. ഗോപി, ഇനിയിപ്പോൾ ബിജു രാധാകൃഷ്ണൻ പറയുന്നത് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് തിരിച്ചു പോകാം എന്നതാണോ? ബിജു പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. തനിക്കൊന്നും കൂടുതൽ പറയാനില്ല, ഇനി കൂടുതലൊന്നും തനിക്ക് ചെയ്യാനില്ല എന്ന നിലപാടിൽ പോലീസ് വാഹനത്തിൽ ബിജു ഇരിക്കുകയാണ്. ബിജു ഇതിൽ കൂടുതലൊന്നും വ്യക്തമാക്കുന്നില്ല. പോലീസ് സംഘവും അനിശ്ചിതാവസ്ഥയിലാണ്. കമ്മീഷൻ പ്രതിനിധിയാണ് അവസാന വാക്ക് പറയേണ്ടത് എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മീഷൻ തിരിച്ചു പോകാമെന്ന നിലപാടെടുത്തു കഴിഞ്ഞാൽ വെറും കൈയോടെ മടങ്ങാം എന്നത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് അവസാന വിവരം, അവസാന നിർദ്ദേശം ശക്തമായി കമ്മീഷൻ പ്രതിനിധി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചു പോക്കുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗോപി, റൈറ്റ്. ഇർഷാദ് പടന്നിയാണ് സെൽവപുരത്ത്, കോയമ്പത്തൂരിലെ സെൽവപുരത്ത് നിന്നാണ് തത്സമയം വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്. സെൽവപുരത്തെ ഷെൽവിയുടെ കയ്യിൽ CD ഏൽപ്പിച്ചിരുന്നു. അവിടെ നിന്നും
CD കണ്ടെടുക്കാം എന്നതായിരുന്നു താൻ വിചാരിച്ചിരുന്നു. എന്നാൽ സെൽവി ഇവിടെ ഇല്ല, ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല എന്നതാണ് ബിജു രാധാകൃഷ്ണന്റെ നിലപാട്. എല്ലാവരും കൂടി വന്നാൽ ഇത് നടക്കില്ല എന്ന കാര്യം താൻ നേരത്തെ തന്നെ കമ്മീഷൻ അറിയിച്ചിരുന്നതാണെന്നും ബിജു രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറയുന്നു. ചന്ദ്രൻ എന്നയാളുടെ വീട്ടിലാണ് ഇപ്പോൾ സംഘമെത്തി പരിശോധന നടത്തിയത്. എന്നാൽ CD കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിൽ തിരിച്ചു പോകാൻ CD കണ്ടെത്താനായിട്ടില്ലെങ്കിൽ തിരിച്ചു വരാനുള്ള നിർദ്ദേശം കമ്മീഷൻ നൽകിയിട്ടുണ്ടെന്നാണ് കമ്മീഷന്റെ പ്രതിനിധി മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഏതാനും മണിക്കൂറുകൾ ചന്ദ്രന് വേണ്ടി കാത്തു നിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും അടുത്ത നീക്കങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തു നിൽക്കേണ്ടി വരും. ഇർഷാദ് പടന്നയാണ് വിവരങ്ങൾ നൽകിയത് സെൽവപുരത്ത്, കോയമ്പത്തൂരിലെ സെൽവപുരത്ത് നിന്നും. സ്പെഷ്യൽ എഡിഷൻ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. CD ഉള്ളടക്കം ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളോ മാത്രമല്ല, അതിനപ്പുറം കേരള രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത്? ജീർണതയിലേക്ക് കേരള രാഷ്ട്രീയം സഞ്ചരിക്കുകയാണോ? CD പിന്നാലെ മാധ്യമ സംഘം ഉൾപ്പെടെയുള്ളവർ നീങ്ങുമ്പോൾ രാഷ്ട്രീയ കേരളത്തിന് അപജയം സംഭവിക്കുകയാണോ? എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത് CPM MLA P. ശ്രീരാമകൃഷ്ണൻ മലപ്പുറത്ത്, കോൺഗ്രസിന്റെ T. സിദ്ദിഖ് കോഴിക്കോട്ട്, മാധ്യമപ്രവർത്തകൻ A. സജീവൻ, സോളാർ കേസിൽ കക്ഷി ചേർന്നിട്ടുള്ള ഐസക് വർഗീസ് കോയമ്പത്തൂരിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടാകും. ഒപ്പം തന്നെ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ഉദയഭാനു ടെലിഫോൺ ലൈനിലും ഉണ്ടാകും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഞാൻ A. സജീവൻ, മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആദ്യം പോകട്ടെ. ശ്രീ A. സജീവൻ, എന്താണ് ശ്രീ A. സജീവൻ കഴിഞ്ഞ 6 മണിക്കൂർ കണ്ടത്? കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ തത്സമയം കൊടുക്കുന്നു. CD കണ്ടെത്താൻ വേണ്ടി ബിജു രാധാകൃഷ്ണൻ പോയ സംഘത്തിന് പിന്നാലെ തത്സമയം ദൃശ്യങ്ങൾ നൽകിക്കൊണ്ട് ഈ മാധ്യമപ്പടം ഒന്നാകെ പോകുന്നു. രാഷ്ട്രീയ കേരളം ഇതേത് ദിശയിലേക്കാണ് പോകുന്നത്? ഒരു CD പിന്നാലെ ഈ തരത്തിൽ ഒരു CD, ഇത് വളരെ വിവാദമായ വിഷയമാണ്, വളരെ സെൻസിറ്റീവായ വിഷയമാണ്. CD കണ്ടെത്തിയാൽ അത് കമ്മീഷനിലേക്ക് എത്തും. തുടർന്ന് നമുക്കതിൻ്റെ നടപടിക്രമങ്ങളിലൂടെ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നത്. അതിനു മുൻപ് ഇത്രയും ഉദ്വേഗജനകമായ, ഇത്രയും നാടകീയമായ നിമിഷങ്ങൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇതിൽ നിന്നെല്ലാം താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഇതിൽ അത്ഭുതത്തിൻ്റെ ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം ഇതൊരു ക്രിമിനൽ ഒഫൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൻ്റെ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ രാവിലെ മുതൽ തന്നെ ബിജു രാധാകൃഷ്ണൻ കമ്മീഷന് മുമ്പാകെ എത്തിയ സമയം മുതൽ ഇപ്പോഴത്തെ കോയമ്പത്തൂരിലെ ഈ സമയം വരെ തെളിവില്ലാതെ ഒന്നും കിട്ടാതെ നിൽക്കുന്ന അവസ്ഥ വരെയുള്ള കാര്യങ്ങൾ പോകുന്നത്. അത് പക്ഷേ നാണം കെട്ട സംഭവമാണ്, അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ആരോപണമാണോ എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഇത് ഒരു ക്രിമിനൽ ഒഫൻസിനെ കുറിച്ച്, ആരോപണത്തെക്കുറിച്ച്, അങ്ങനെ ഒരു ആരോപണത്തിൽ തെളിവുണ്ടോ ഇല്ലയോ, അത് ഒറ്റയടിക്കും ഏതൊരു ബിജു രാധാകൃഷ്ണൻ മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളായിരിക്കാം, അദ്ദേഹത്തിനെതിരെ ധാരാളം കേസുകളുണ്ടായിരിക്കാം, ഒക്കെയാണ് ആവാം. പക്ഷേ കോടതിയുടെ മുമ്പാകെ വരുന്നൊരു കാര്യം, കമ്മീഷന് മുമ്പാകെ വരുന്നൊരു കാര്യം, അതിൽ ബിജു രാധാകൃഷ്ണൻ പറയുന്നു തെളിവുണ്ട് എന്ന്. തെളിവില്ല, ബിജു രാധാകൃഷ്ണൻ ഒരു കൊടും കുറ്റവാളിയായതുകൊണ്ട് അതൊന്നും പരിഗണിക്കേണ്ടതില്ല എന്ന് കമ്മീഷന് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അത് ബിജു രാധാകൃഷ്ണൻ പറയുന്ന തെറ്റാണെങ്കിൽ പോലും, തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഇനി കണ്ടെത്തേണ്ട കാര്യമാണ്. എന്നാൽ പോലും അത് അന്വേഷിക്കാൻ ഒരു തെളിവുണ്ടെന്ന് പറയുമ്പോൾ അത് കോയമ്പത്തൂരിലോ മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ ആ തെളിവ് ഹാജരാക്കാൻ ആവശ്യപ്പെടാൻ, ആ തെളിവ് പിടിച്ചെടുക്കാൻ കമ്മീഷൻ അധികാരമുണ്ട്. അത് റിപ്പോർട്ട് ഈ മാധ്യമങ്ങൾ പിന്നാലെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല. പലപ്പോഴും പല ആളുകളും, ഇന്ന് തന്നെ പല ആളുകളും പറഞ്ഞു മാധ്യമങ്ങൾ എന്തിനാണ് ഇത്തരം വഷളായ കാര്യങ്ങളിലേക്ക് പോകുന്നതെന്ന്. പക്ഷേ അതൊരു തെറ്റ് എന്ന് നമുക്ക് ഒരിക്കൽ പോലും ആരോപിക്കാൻ കഴിയില്ല. ഇവിടെ സരിതയും മറ്റാരെങ്കിലുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള CD ആണോ, അതിൻ്റെ കൗതുകമാണോ എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ ബിജു രാധാകൃഷ്ണൻ ഉന്നയിച്ചിരിക്കുന്നത് ഒരു വലിയ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതും അതിനെ തെളിയിക്കുന്ന രൂപത്തിലുള്ള മറ്റ് അനുബന്ധ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും ആ കേസുമായി ബന്ധപ്പെട്ട തെളിവായിട്ട് മാറാൻ കഴിയുന്ന ഒന്നാണെങ്കിൽ തീർച്ചയായിട്ടും ആ തെളിവ് കണ്ടെത്തേണ്ട ശരിയായ നടപടിയാണ്. ഞാൻ ആ നടപടി താങ്കൾ എന്റെ ചോദ്യത്തെ തെറ്റിദ്ധരിച്ചു എന്ന് ഞാൻ സംശയിക്കുന്നു. ആ നടപടിക്രമത്തെക്കുറിച്ചോ ആ നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടുന്ന മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചോ അല്ല ഞാൻ ചോദിച്ചത്. ഈ നാടകീയമായ ഈ സംഭവത്തെ, ഈ നിമിഷങ്ങളെ അതാത് സമയങ്ങളിൽ ഇങ്ങനെ തത്സമയം പിന്തുടർന്ന് പകർത്തി അതിൻ്റെ ആ ഒരു ഉദ്വേഗജനകമായ നിമിഷങ്ങൾ നിലനിർത്തി പോന്ന അത് ഒരു നല്ല സംസ്കാരമാണോ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. ഏതായാലും താങ്കളുടെ ഉത്തരം വളരെ വ്യക്തമാണ്. ഞാൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാതലായ വിഷയത്തിലേക്ക് കടക്കട്ടെ. ശ്രീ P. ശ്രീരാമകൃഷ്ണൻ, ഇതാ വരുന്നു CD, ഇവിടെയുണ്ട്, ഞാൻ പോയി അത് എടുത്തുകൊണ്ട് വരാം, കമ്മീഷൻ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങുന്നു, 6 മണിക്കൂർ സഞ്ചരിച്ചാൽ CD കിട്ടും, ഇതെല്ലാം കഴിഞ്ഞു, ക്ലൈമാക്സിൽ ഒന്നുമില്ല. പ്രതീക്ഷിച്ച ക്ലൈമാക്സ് ആണോ CD കാര്യത്തിൽ സംഭവിച്ചത്? എല്ലാവരും ഒരുപോലെ കബളിപ്പിക്കപ്പെട്ടോ?
ആര് കബളിക്കപ്പെട്ടു? ഇവിടെ CD ഉണ്ടെന്ന് പറഞ്ഞതാരാ? UDF നേതാക്കളെല്ലാം പറയുന്ന പോലെ വലിയ ഒരു ക്രിമിനൽ കുറ്റവാളി എന്ന് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീ ബിജു രാധാകൃഷ്ണൻ. ഇതൊരു CD ചരിത മാട്ടക്കഥയായിട്ട് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. CD-യുമായി ബന്ധപ്പെട്ട അവസാന വാക്കോ CD ഉണ്ടെങ്കിൽ ഒരു മഹാവിപ്ലവം, CD ഇല്ലെങ്കിൽ മഹാശൂന്യത എന്ന് നമ്മൾ കാണേണ്ട കാര്യമില്ല. ഞങ്ങളിതൊക്കെ ഇന്നലെയും ഞാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ബിജു രാധാകൃഷ്ണൻ്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം കമ്മീഷന് മുൻപാകെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ടെങ്കിൽ അദ്ദേഹം കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തെടുക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൺസേൺ എന്താണ്? ആ CD-യിലുള്ള അവിഹിത ബന്ധങ്ങൾ എന്താണെന്നോ അത് ആരുമായിട്ടാണെന്നോ എന്നുള്ളതൊക്കെ യഥാർത്ഥത്തിൽ വലിയ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ അധികാര കേന്ദ്രം ഉപയോഗപ്പെടുത്തിയുള്ള രാഷ്ട്രീയമായ ഗൂഢനീക്കങ്ങൾ ഈ സോളാർ തട്ടിപ്പ് കേസിൻ്റെ പുറകിലുണ്ടോ എന്നതാണ് ഞങ്ങളുടെ മുന്നിലുള്ള കൺസേൺ. അത് കണ്ടെത്താനും അതിൻ്റെ പുറകിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്താനുമാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോ ഓഫീസിനെ സംബന്ധിച്ചോ ടേംസ് ഓഫ് റെഫറൻസിൽ ഉൾപ്പെടുത്താൻ പോകുന്നില്ല. നിങ്ങളുടെ സമരം പൊളിഞ്ഞിരിക്കുകയാണ്. സമരം പിരിച്ചുവിട്ട് 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും അങ്ങനെയാണ് പ്രഖ്യാപിച്ചത്. പല സുഹൃത്തുക്കളും മാധ്യമങ്ങളത് ചർച്ച ചെയ്തു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനാണ് അന്വേഷിക്കുന്നതെങ്കിൽ, ഒരു ജഡ്ജിയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ വസ്തുതകൾ മുന്നിലെത്തിയാൽ ഇതൊക്കെ കേൾക്കേണ്ടി വരും, കാണേണ്ടി വരും. അന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കുന്ന മട്ടിൽ അന്വേഷണത്തിൻ്റെ ഗതിക്രമങ്ങൾ നടന്നു പോകുന്നത് നമ്മളെല്ലാവരും കണ്ടു. ഒരുപാട് തെളിവുകളുടെ കൂമ്പാരം വന്ന് മൂടുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ അനുബന്ധമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വന്നു, ഇങ്ങനെ ഒരു തെളിവ് വന്നു. ആ തെളിവ് പുറത്തു കൊണ്ടുവരേണ്ടത് പറഞ്ഞ ആളുടെ ബാധ്യതയാണ്. ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ നിഗൂഢമായ നീക്കങ്ങളിലൂടെ വരാനിടയുള്ള തെളിവുകളെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ ശ്രമങ്ങൾ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് ധാരാളം തെളിവുകളുമുണ്ട്. റൈറ്റ്. ശ്രീ ടി സിദ്ദിഖ്, ശ്രീരാമകൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ CD-യിലെ ഉള്ളടക്കം എന്താണ് എന്നതിനേക്കാൾ അധികാര കേന്ദ്രങ്ങൾ ഏതൊക്കെ തരത്തിൽ ദുർവിനിയോഗം ചെയ്യപ്പെട്ടു എന്നതാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. ആ അർത്ഥത്തിൽ വളരെ പ്രസക്തിയുണ്ട് ഈ നടന്ന ഓരോ കാര്യങ്ങൾക്കും. CD ഇന്ന് കണ്ടെത്താനായില്ല എന്നതുകൊണ്ട് CD ഇല്ല എന്ന അർത്ഥമാകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സർക്കാർ സംശയത്തിൻ്റെ നിലയിൽ നിന്ന് മാറിപ്പോകാനും പോകുന്നില്ല. ഒന്ന്, CD കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം CD ഇല്ല എന്നത് തന്നെയാണ്. ഒരു ക്രിമിനൽ പച്ചക്കള്ളം പറയുമ്പോൾ ആ ക്രിമിനലിനെ പിടിച്ച് ജയിലിൽ അടച്ചതായ, വിധി പറഞ്ഞതായ, നേതൃത്വം കൊടുത്തതായ ഒരു ഗവൺമെന്റിന്റെ നാഥനെതിരായിട്ട് ഒരു പക്ക ക്രിമിനൽ, സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ ക്രിമിനൽ വന്നുകൊണ്ട്, ആളുകളെ ചീറ്റ് ചെയ്ത ഒരു ക്രിമിനൽ വന്നുകൊണ്ട് കാര്യം പറയുമ്പോൾ, ചെന്നൈ വെള്ളപ്പൊക്കം ചർച്ച ചെയ്യേണ്ടതായിരിക്കുന്ന സന്ദർഭത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചവരാണ് കേരളത്തിലെ അച്യുതാനന്ദനും ബഹുമാന്യനായ ശ്രീരാമകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ. ശ്രീരാമകൃഷ്ണൻ തലയൂരല്ലേ? ഞാൻ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, അച്യുതാനന്ദന്റെ മറുപടി പ്രസംഗം ഉണ്ടായിരുന്നല്ലോ അന്ന്. അച്യുതാനന്ദൻ എന്താ പറഞ്ഞത്? നിങ്ങൾ സ്ത്രീകൾക്ക് വഴങ്ങരുത്, സ്വൈരിണിയെ വഴങ്ങരുത്, അവർ നിങ്ങളെ വിഴുങ്ങും. അച്യുതാനന്ദൻ പറയാ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മുഖത്ത് നോക്കി ഈ CD-യുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചതായ ഒരു അടിയന്തര പ്രമേയം, ആ അടിയന്തര പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ശ്രീരാമകൃഷ്ണനോട് ചോദിക്കുന്നു, ആ പ്രസംഗം തെറ്റായിരുന്നോ? ആ നടപടി ശരിയല്ലായിരുന്നോ? ആ നടപടിയിൽ ഞങ്ങൾ ലജ്ജിക്കുന്നു. ഞങ്ങൾ അന്നേ പറഞ്ഞു, തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും കേരളത്തിലെ പ്രതിപക്ഷത്തിന്. ഒരു തർക്കമില്ല. ഇത് 1-2 കാര്യങ്ങളല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കേസ് വന്നതിന്റെ തുടക്കം മുതൽ അവസാനം വരെ എത്ര കാര്യങ്ങൾ പറഞ്ഞു. ഒന്നൊന്നായി പറയണോ? ബാലരാമപുരം സബ് രജിസ്ട്രാർ ഓഫീസിന്റെ കീഴിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും സരിതാ നായർക്കും ബിജു രാധാകൃഷ്ണൻ ഒരുമിച്ച് സ്വത്തുണ്ടെന്ന് പറഞ്ഞു. തെളിയിക്കാൻ ഇവർക്ക് സാധിച്ചോ? 2, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സോളാർ പാനൽ സ്ഥാപിച്ചിരിക്കുന്നു, അത് സരിതാ നായര കൊണ്ടുവച്ചതെന്ന് പറഞ്ഞു. അത് വെച്ചത് CD-ച്ചാണെന്ന് തെളിയിക്കപ്പെട്ടില്ലേ? ആരോപണം തെളിയിക്കാൻ പറ്റിയോ? 3, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ സോളാർ പാനൽ സ്ഥാപിച്ചു, അത് ടീം സോളാർ ആണ് വെച്ചത് എന്ന് പറഞ്ഞു. അത് വെച്ചത് MNRE ആയിരുന്നു. തെളിയിക്കാൻ പറ്റിയോ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കത്ത് കൊടുത്തു എന്ന് പറഞ്ഞു ബിജു രാധാകൃഷ്ണന്. ഉമ്മൻചാണ്ടി അസംബ്ലിയിൽ പറഞ്ഞു, ഞാൻ അങ്ങനെ കത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾ പറഞ്ഞു കത്ത് കൊടുത്തു. അവസാനം വ്യാജ കത്തുണ്ടാക്കിയതായ കമ്പ്യൂട്ടറും സ്ഥാപനമടക്കം ആലുവയിൽ വെച്ചുകൊണ്ട് പിടിച്ചെടുത്തു. അവസാനം ബിജു രാധാകൃഷ്ണന്റെ ഈ ആരോപണമടക്കം അടിസ്ഥാനരഹിതമാണ് എന്ന് ഇവിടെ തെളിയിക്കപ്പെട്ടു. ശ്രീരാമകൃഷ്ണൻ, ഇനി താങ്കൾക്ക് മറുപടി പറയാം. CD കണ്ടെത്താനായില്ല എന്നത് CD ഇല്ല എന്നാണ് സിദ്ദിഖ് വാദിച്ചത്, സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. താങ്കൾക്ക് ഇനി മറുപടി പറയാം.
ശ്രീരാമകൃഷ്ണൻ. അല്ല, സിദ്ദീഖ് ഇപ്പോൾ ഈ ഒരു അഗ്നിശുദ്ധി വരുത്തിയ സീതാദേവി തിരിച്ചു വന്നതുപോലെ ഒരു തിരിച്ചുവരവ് വന്നു എന്ന് സമാധാനിച്ചിരിക്കുകയാണ്. ഇവിടെ CD ഉണ്ടെന്നോ CD-യിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നോ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഒരു കമ്മീഷന് മുൻപാകെ വന്ന ഒരു തെളിവുമായി ബന്ധപ്പെട്ട ഒരു നിലപാട്, അത് ഞാൻ പറയട്ടെ, അങ്ങനെ വന്ന ഒരു മൊഴിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ, വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അതെന്താണെന്ന് അറിയാനും അത് പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വിധേയമാക്കാനുള്ള ബാധ്യതയാണ് ഞങ്ങൾ നിർവഹിച്ചത്. സിദ്ദീഖ് പറയുന്ന കേട്ടാത്തൊന്നും ഒന്നും ആരും തെളിയിച്ചില്ല. എന്തിനാ നിങ്ങൾ ജോപ്പനെ പുറത്താക്കിയത്? എന്തിനാ ജിക്കുമോനെ പുറത്താക്കിയത്? എന്തിനാ സലീം രാജിനെ പുറത്താക്കിയത്? നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണല്ലോ 4 പേര് പുറത്താക്കപ്പെട്ടത്. ഞങ്ങൾ പറഞ്ഞിട്ടാണോ? നിങ്ങളുടെ DCC സെക്രട്ടറി ആയിരുന്നല്ലോ ശ്രീധരൻ നായർ. അദ്ദേഹമാണല്ലോ കേരളത്തിലെ മാധ്യമങ്ങളുടെ മുൻപാകെ വന്ന് തെളിവ് കൊടുത്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചെന്നുള്ള അദ്ദേഹം പറഞ്ഞല്ലോ. PRD-യുമായി ബന്ധപ്പെട്ട ആക്ഷേപം വന്നല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള ഓഫീസിൽ നിന്ന് ആളുകളെ പുറത്താക്കിയത്? നിരവധിയായ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നല്ലോ. ആ ആക്ഷേപം ഇപ്പം ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, എന്തിനാ അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് ശ്രീരാമൻ എന്ന് പറയുന്ന ജയിലറെ മാറ്റിയത്? അവിടെ രഹസ്യമായ സന്ദർശനത്തിന് വരുന്ന ആളുകളുടെ പേര് രജിസ്റ്ററിൽ എഴുതണമെന്ന് പറഞ്ഞതോടുകൂടി അദ്ദേഹത്തെ മാറ്റി. എങ്ങനെയാണ് 24 പേജ് 4 പേജാക്കി മാറ്റിയത്? അത് കേരളത്തിൽ ആർക്കാണ് അറിയാത്തത്? എഴുതി തയ്യാറാക്കിയത് വെട്ടിത്തിരുത്തി 20 പേജാക്കി മാറ്റി നിങ്ങൾ അധികാരം ഉപയോഗപ്പെടുത്തിയിട്ടല്ലേ? ഇത് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയത്. എന്തിനാണ് ഒരു ജയിൽ സൂപ്രണ്ട് 20 തവണ ഈ ബിജു രാധാകൃഷ്ണനുമായി ചർച്ച നടത്തിയത്? എന്താ പ്രത്യേകമായിട്ട് വല്ല പണിയുണ്ടോ? ജയിൽ സൂപ്രണ്ടിനെ സുരേഷ് ജയിൽ സൂപ്രണ്ടിനെ ആര് ചുമതലപ്പെടുത്തി? ആഭ്യന്തര വകുപ്പിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നിങ്ങൾ ഈ പറയുന്ന 60 കേസുകളിലെ പ്രതിയായ ക്രിമിനലിനോട് സംസാരിക്കാൻ വേണ്ടി ജയിൽ സൂപ്രണ്ട് ഈ കമ്മീഷൻ മുൻപാകെ ഹാജരാകുന്നതിൻ്റെ 4-5 ദിവസം മുൻപ് നിരന്തരമായി ഇടപെട്ട അദ്ദേഹത്തെ റീമൗൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് എന്തിനാ? അപ്പോൾ വളരെ പുറത്തു വരാനിടയുള്ള ഈ തെളിവുകളെല്ലാം നശിപ്പിക്കാൻ സർക്കാരിന്റെ സംവിധാനങ്ങളെ നഗ്നമായി ഉപയോഗപ്പെടുത്തിയവരാണ് നിങ്ങളെ. 43 കേസ് ഒത്തുതീർക്കാൻ. ഇനി ഞാനൊന്ന് ഇടപെടുകയാണ്. രണ്ടുപേരിലേക്ക് നമ്മൾ ഈ ചർച്ച കൊണ്ടുപോയിട്ടില്ല. സോളാർ കേസിൽ കക്ഷി ചേർന്നിട്ടുള്ള ഐസക് വർഗീസ് കോയമ്പത്തൂരിലെ സെൽവപുരത്ത് നിന്ന് തത്സമയം ഈ ചർച്ചയിൽ ചേരും. നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ഉദയഭാനു ടെലിഫോൺ ലൈനിലുമുണ്ട്. ഐസക് വർഗീസ്, ബിജു രാധാകൃഷ്ണൻ പ്രതീക്ഷിച്ച ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കോയമ്പത്തൂരിലെ സെൽവപുരത്ത്. ബിജു രാധാകൃഷ്ണൻ പറയുന്നത്, ഇത് ഞാൻ കമ്മീഷനോട് പറഞ്ഞതാണ്, ഇത്രയും വലിയ സന്നാഹവുമായി ചെന്നാൽ CD കണ്ടെത്താൻ കഴിയില്ല എന്ന്. കമ്മീഷന്റെ ഓരോ സിറ്റിങ്ങിലും ഭാഗമായിരുന്ന, അതിൽ സന്നിഹിതനായിരുന്ന ആളെന്ന നിലയിൽ ശ്രീ ഐസക് വർഗീസ്, എങ്ങനെയാണ് ഈ പുതിയ സംഭവങ്ങളെ താങ്കൾ കാണുന്നത്? ഇത് വലിയൊരു ഗൂഢാലോചനയാണ്. ഇത് ഗൂഢാലോചനയിലെ സരിതയും അതേപോലെ ബിജു രാധാകൃഷ്ണനും തമ്മിലുള്ള ഗൂഢാലോചനയാണ്. ഈ ഇങ്ങനൊരു CD ഉണ്ടെങ്കിൽ തന്നെ അത് പുറത്തു വരാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച ഇതേ സരിത ഇവരുടെ ഒരു വിങ്, ഇവരുടെ ഗാങ്ങായി കോയമ്പത്തൂർ വന്ന് പോയതിൻ്റെ പല തെളിവുകളുണ്ട്. കഴിഞ്ഞ ആഴ്ച സരിതയുടെ വല്യമ്മയുടെ മോൻ എന്ന് പറഞ്ഞൊരു പയ്യൻ തന്നെ ഞങ്ങളെ വിളിച്ചിട്ട് ഈ സംഘടന, ഞാൻ ഓൾക്കുള്ള ആന്റി കറപ്ഷൻ സംസ്ഥാന പ്രസിഡന്റാണ്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഞാൻ കമ്മീഷന് ഹാജരാക്കിയ കുറച്ച് രേഖകൾ ആവശ്യപ്പെട്ടു. ഞാനത് റെക്കോർഡ് ചെയ്തു. അത് ഞാൻ കമ്മീഷനെ രേഖ സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് അവർ പറഞ്ഞു ഇതിങ്ങനെ CD ഒന്നുമില്ല, എന്നുവെച്ചാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയാണ്. ഇത് സത്യത്തിൽ CD ഉണ്ടെങ്കിൽ തന്നെ ഇത് ഇവർ തമ്മിൽ ഇവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടണം. അതിന് ഗവൺമെന്റിനെ പ്രയോജനത്തിലാക്കിയിട്ട് രക്ഷപ്പെടാനൊരു കളിയാണ്. ഐസക് വർഗീസ്, താങ്കൾ പറയുന്നത് ഇങ്ങനൊരു CD ഇല്ല എന്നാണോ? ഇങ്ങനൊരു CD ഉണ്ട്, അത് പുറത്തു വരില്ല എന്നാണോ? പിന്നെ സരിതയും ബിജു രാധാകൃഷ്ണനും തമ്മിലുള്ള ഗൂഢാലോചന താങ്കൾ പറയൂ. ഇത് സത്യമായിട്ടൊരു ഗൂഢാലോചനയാണ്. ഇങ്ങനെ CD ഉണ്ടായിരിക്കും, ഇവർക്ക് ഈ വക രേഖകളെല്ലാം ഉണ്ടായിരിക്കും. ഇത് ഇവർ തമ്മിലുള്ള ഒരു പ്രത്യേക ഒരു പ്ലാനിങ് പദ്ധതിയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട കമ്മീഷൻ നിർബന്ധം കൊണ്ട് തന്നെ കമ്മീഷൻ്റെ ശക്തമായ നിലപാട് കൊണ്ടാണ് ഇന്നിവിടെ ഈ പരിശോധനയ്ക്ക് വന്നത്. പക്ഷേ ഈ പരിശോധനയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ആഴ്ച ഇവിടെ സരിത എന്തിന് പാലക്കാട് വന്നു, ഈ കോയമ്പത്തൂർ വന്നു. അപ്പോൾ അമരി ഞാൻ എതിർ കക്ഷിയായ ബി പാർട്ടിയായ എന്നെ, ആന്റി കറപ്ഷൻ ഹ്യൂമൻ റൈറ്റ്സിന്റെ കക്ഷിയായ എന്നെ എന്തിനു വിളിച്ചു? എന്നോട് എന്തിനും ഇങ്ങനത്തെ രേഖകളില്ല എന്ന് പറഞ്ഞു. ഞാൻ വലിയൊരു ഗൂഢാലോചന. സരിത കോയമ്പത്തൂരിലെ സെൽവപുരത്ത് വന്നിരുന്നു, അതിനെന്താണ് തെളിവ്?
സരിത കോയമ്പത്തൂർ വന്നിരുന്നു. സെൽവപുരം എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർ സ്ഥലത്ത് വന്നു എനിക്കറിയില്ല. തമിഴ്നാട്ടിൽ വന്നിരുന്നു. കാരണം എന്നെ വിളിച്ച സമയത്ത് അവർ പാലക്കാട് പാസ് ചെയ്തു എന്നാണ് എനിക്ക് കിട്ടിയ മെസ്സേജ്. ഞാൻ അത് ബഹുമാനപ്പെട്ട കമ്മീഷന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് CD. ആ CD-യിൽ അവർ പറയുന്നുണ്ട് ഇങ്ങനെ CD ഇല്ല, ഇങ്ങനെ പ്രശ്നങ്ങളില്ല, ഇങ്ങനെ വിഷയമില്ല എന്ന് അവരെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു ഗൂഢാലോചനയാണ്. ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ ഒരു ഗൂഢാലോചന. ഇത് പുറത്തു വരണമെങ്കിൽ ഇവരെ രക്ഷപ്പെടുകയാണെങ്കിൽ പുറത്തു വരില്ല. ഇവര് ഈ കേസുകൾ ശിക്ഷിക്കപ്പെട്ടാൽ ഇതെല്ലാം പുറത്ത് ചിലപ്പോൾ നാളെ വരുമായിരിക്കാം. ഇന്നിപ്പോൾ ഇവിടെ വന്ന് എന്താ നാടകം കളിച്ച് ആ വന്ന വീടറിയാൻ വീട്ടിൽ പോയി ചോദിച്ചു, വേറെ ഒന്നും ഉണ്ടായില്ല. ഇവിടെ എന്തൊക്കെയോ നാടകം കളിക്കുന്നു. ഞാനാണ് കമ്മീഷന്റെ പ്രതിനിധിയായ വക്കീലിനോട് പറഞ്ഞ പോലീസിനൊപ്പം കയറാൻ. കാരണം ഇത് ഒരു ഗൂഢാലോചനയാണ്, പ്ലാനിങ്, അല്ലാതെ വേറെ മറ്റൊന്നും. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ഉദയഭാനു, ഈ CD-യിലെ ഉള്ളടക്കം എന്ത് തന്നെയായാലും അതിൽ ഉള്ള സരിത എസ് നായരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. കമ്മീഷൻ രേഖപ്പെടുത്താൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ ബിജു രാധാകൃഷ്ണൻ പറയുന്നു തെളിവുണ്ട്, CD ഉണ്ട്. ഇന്നും ബിജു കൂടുതൽ സമയം ചോദിച്ചു, കമ്മീഷൻ അനുവദിച്ചില്ല, CD പിടിച്ചെടുക്കാൻ വേണ്ടി വന്നു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഇതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ? ഈ തരത്തിൽ കബളിപ്പിക്കപ്പെട്ടാൽ, കമ്മീഷൻ പോലും കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇത്രയും വലിയ സന്നാഹവുമായി എത്തി, വിചാരിച്ച ആളെ കണ്ടില്ല, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതാണെന്ന് ബിജു രാധാകൃഷ്ണൻ പറയുമ്പോൾ കബളിപ്പിക്കപ്പെടുകയാണ് ആ സംഘം മുഴുവൻ. ഈ ഘട്ടത്തിൽ ഇതൊരു സങ്കീർണ നിയമപ്രശ്നമായി മാറുകയാണോ? എന്താണ് ഇതിന്റെ അടുത്ത ഘട്ടം? ശ്രീ ഗോപികൃഷ്ണൻ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യത്തിൽ കമ്മീഷൻ വിവേകപൂർണമായിട്ടുള്ള സമീപനം എടുക്കാതെ വന്നത് കൊണ്ടുണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധി ആണെന്ന്. ആ പ്രതിസന്ധി ഉണ്ടായത് ഈ കമ്മീഷൻ ഈ കമ്മീഷന്റെ നിയമനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കമ്മീഷൻ എന്ന് പറയുന്നത് കരയുന്ന കൊച്ചിന് പാല് കൊടുക്കുന്നു എന്നതുപോലെ ഗവൺമെന്റ് ഈ രാഷ്ട്രീയക്കാർക്ക് വെച്ചു കൊടുത്തിട്ടുള്ള ഒരു ഉപഹാരം മാത്രമാണ്. കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള ഒരു കമ്മീഷനും അവരെന്തെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങളിൽ വരുന്ന ഒരു ഗവൺമെന്റ് പോലും ഒരു കമ്മീഷന്റെയും ശുപാർശകൾ നടപ്പാക്കിയിട്ടേ ഇല്ല. കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം നിയമിക്കപ്പെടുന്ന ഈ കമ്മീഷനുകളെല്ലാം തന്നെ ഈ കുറെ കാലം ജനങ്ങളുടെ പണം നശിപ്പിക്കാം എന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലുള്ള ഗുണപരമായ ഉപകാരപ്രദമായിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തിയാൽ പോലും അത് ഗുണപരമായി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നിലവിലില്ല. അങ്ങനെ ഇരിക്കെ ഇന്ന് ഈ കമ്മീഷനെ കബളിപ്പിക്കുവാനായിട്ട് വളരെ ഫലപ്രദം ഈ ബിജു രാധാകൃഷ്ണന്റെ വ്യക്തിക്ക് കഴിഞ്ഞു. ബിജു രാധാകൃഷ്ണന്റെ ക്രിമിനൽ പശ്ചാത്തലം നാം പരിശോധിക്കേണ്ടതാണ്. നിരവധിയായ ആളുകളെ സോളാർ എന്ന ഒരു സംഗതിയും വെച്ചോട്ട് ആളുകളെ പറ്റിച്ചു. അതിന്റെ പേരിൽ ക്രിമിനൽ കേസുകൾ ഉണ്ടായി. അതുകൂടാതെ സ്വന്തം ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞൊരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായി. കുറ്റവാളി എന്ന് വിചാരണ കോടതി കണ്ടെത്തി ജയിലിലടയ്ക്കപ്പെട്ടയാൾ. അങ്ങനെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ അപ്പാടെ വിഴുങ്ങുന്ന ഒരു കമ്മീഷൻ വിവേകപൂർണമായിട്ടല്ല പ്രവർത്തിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കമ്മീഷന് ഇപ്രകാരം ഒരു ഫിഷിംഗ് എൻക്വയറി നടത്താനുള്ള അധികാരം സംബന്ധിച്ചാണ്. കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിന്റെ സെക്ഷൻ 5(3) പ്രകാരം വേണമെങ്കിൽ ഇപ്രകാരം അന്വേഷണം നടത്താം. നേരത്തെ മാറാട് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റിസ് തോമസ് പി ജോസഫ് ഇതുപോലെ സമാനമായിട്ടുള്ള അന്വേഷണം നടത്തി. പക്ഷേ അതൊന്നും അദ്ദേഹം തന്നെ നേരെ പോയി ഈ ഫിഷിംഗ് എൻക്വയറി നടത്തുകയല്ല ചെയ്തത്. അദ്ദേഹം അത് ബന്ധപ്പെട്ട ഒന്നല്ലെങ്കിൽ ഒരു അഭിഭാഷക കമ്മീഷനെ ചുമതലപ്പെടുത്തുകയോ അതല്ലെങ്കിൽ പോലീസിനെ ചുമതലപ്പെടുത്തുകയോ വിശ്വാസയോഗ്യമായ മറ്റൊരു ഏജൻസിയെ ചുമതലപ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് ഇത് കണ്ടെടുക്കാനോ വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിന് പകരം സ്വയം അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെടുകയും ഇപ്പോൾ കബളിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. ആ കബളിപ്പിക്കപ്പെട്ടത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ കമ്മീഷൻ അടക്കമുള്ള ആളുകൾ സംവിധാനം പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജുഡീഷ്യൽ സമൂഹമുണ്ടാവും. ആ ജുഡീഷ്യൽ സമൂഹത്തിന് ആകെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം കാര്യമായി. അഡ്വക്കേറ്റ് ഉദയഭാനു, ഒരു കാര്യത്തിൽ താങ്കളൊന്ന് വ്യക്തത ഉണ്ടാക്കുക. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇവിടെ ഈ സംസാരിച്ചവരിൽ ഭൂരിഭാഗം പേരും ഇതിനകത്തൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഇതിൽ നാടകീയമായ ഒരുപാട് അംശങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞു ഇവിടെ കമ്മീഷൻ തന്നെ കബളിപ്പിക്കപ്പെട്ടു. ഈ സംവിധാനങ്ങൾ ഒന്നാകെ കുറെ കൂടി വലിയ ക്യാൻവാസിൽ സർക്കാർ ഉൾപ്പെടുന്ന ഒരു വലിയ ഗൂഢാലോചനയുടെ തട്ടിപ്പിന്റെ രംഗങ്ങളാണോ നമ്മളെ കണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇവിടെ ഈ തട്ടിപ്പില് ഈ ഗൂഢാലോചനയില് പങ്കാളിയായ വിശുദ്ധ നിരീക്ഷകനായിട്ടോ മാറി നിൽക്കാനുള്ള ചുമതല എല്ലാ കമ്മീഷനുള്ളത്.
കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾ വിവേകപൂർണമായി മുൻകൂട്ടി കാണാനുള്ള ഒരു പക്വതയും വിവേകവും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന തട്ടിപ്പുകാരന്റെ പദ്ധതികൾക്ക് മുമ്പിൽ ഇങ്ങനെ കീഴടങ്ങുകയില്ലായിരുന്നു, ഇങ്ങനെ കോയമ്പത്തൂർ വരെ യാത്ര ചെയ്യില്ലായിരുന്നു. കേരളത്തെ മുഴുവനയിൽ നിർത്തുന്നത് പോലെ മാധ്യമ ലോകത്തെ മുഴുവനും അങ്ങനെ മുഴുവൻ ജാഗ്രതാപൂർവ്വം നിർത്തി കേരളത്തിലെ മുഴുവൻ ആളുകളും കാണുന്ന രീതിയിൽ നാണക്കേടിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ലായിരുന്നു. അതിന് റിക്കവറി ചെയ്തു എന്നിരിക്കട്ടെ, എന്നിരുന്നാൽ പോലും ഇതായിരുന്നില്ല മാർഗം. അഭിഭാഷക കമ്മീഷൻ വെക്കാം, പോലീസിനെ വിടാം, അങ്ങനെ നിരവധി മാർഗങ്ങൾ ഉണ്ടായിരുന്നിരിക്കെ അതെല്ലാം മാറ്റിവെച്ചിട്ട് സ്വയം ഇറങ്ങി തിരിച്ച ശേഷം അവിടെയാണ് ഞാൻ പറയുന്നത് ഗൂഢാലോചന നടക്കുന്നത്. ഈ രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ട അഴിമതി കാര്യങ്ങൾ വരുമ്പോൾ ഒട്ടനവധി നമ്മൾ പുറത്തു പറയാൻ ജുഗുപ്സാവഹമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പതിവാണ്. അഡ്വക്കേറ്റ് ഉദയഭാനു മറ്റതിഥികൾ ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ സെൽവപുരത്ത് നിന്നുള്ള ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്സിന്റെ വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി JK അൻസാർ ടെലിഫോൺ ലൈനിലുണ്ട്. അൻസാർ, ചന്ദ്രൻ വീട്ടിൽ മടങ്ങിയെത്തിയോ? ഇപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? പോലീസ് സംഘം, കമ്മീഷന്റെ പ്രതിനിധി, ഇവർ ചന്ദ്രനുമായി ചർച്ച നടത്തുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ സെൽവപുരത്ത് നിന്ന്? ഗോപികൃഷ്ണൻ, വളരെ സുപ്രധാനമായ വിവരങ്ങളാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഷെൽവിയുടെ, അതായത് ചന്ദ്രൻ എന്ന ആളുടെയും ഷെൽവിയുടെയും വീട്ടിൽ ഇപ്പോൾ സോളാർ കമ്മീഷന്റെ അഭിഭാഷകൻ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഷെൽവി ഇപ്പോൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് ബിജു രാധാകൃഷ്ണൻ നേരത്തെ തന്റെ കൈവശം ഒരു പൊതി ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരു കിറ്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കിറ്റ് എന്താണെന്നുള്ളത് തനിക്ക് വ്യക്തമല്ല. പക്ഷേ ചന്ദ്രൻ എന്ന ബിജു രാധാകൃഷ്ണന്റെ സുഹൃത്ത് തന്നോട് പറഞ്ഞത് അത് ബിജു രാധാകൃഷ്ണൻ പറയുന്ന ആളിന് കൈവശം മാത്രമേ കൈമാറാൻ പാടുള്ളൂ എന്നാണ്. അതനുസരിച്ച് ഈ വിവരം ദൂതൻ മുഖേന ഷെൽവി പോലീസിനെ അറിയിച്ചു. തുടർന്ന് പോലീസും ബിജു രാധാകൃഷ്ണനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷം സോളാറിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇപ്പോൾ ഷെൽവിയുടെ വീട്ടിൽ ഇപ്പോൾ അടച്ചിട്ട മുറിയിൽ പരിശോധന നടത്തുകയാണ്. ചന്ദ്രൻ പറഞ്ഞതനുസരിച്ച് ബിജു, ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ബിജു രാധാകൃഷ്ണൻ ഒരു പൊതി ഏൽപ്പിച്ചിട്ടുണ്ട്. മിക്കവാറും നേരത്തെ ബിജു രാധാകൃഷ്ണന്റെ മൊഴി അനുസരിച്ച് ബിജു രാധാകൃഷ്ണൻ ഏൽപ്പിച്ചു എന്ന് പറയുന്ന CD ഇതായിരിക്കാനാണ് സാധ്യത. പക്ഷെ എന്താണ് എന്നുള്ളത് വ്യക്തമല്ല. ഇപ്പോൾ ഇവിടെ ഇതൊരു കോളനി പ്രദേശമാണ്. ഇവിടെ കോളനിയിലുള്ള ആൾക്കാരും കൂടി നിൽക്കുകയാണ്. അൻസാർ, സെൽവി സ്ഥലത്ത് വന്നിട്ടുണ്ടോ? അതോ സെൽവിയുടെ ദൂതനായി എത്തിയിട്ടുള്ളത് ചന്ദ്രൻ മാത്രമാണോ? അതോ മറ്റൊരാളാണോ? അതോ സെൽവി തന്നെ സ്ഥലത്തുണ്ടോ? എന്നുള്ള ആള് ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായി പിന്നീട് ജാമ്യത്തിൽ പോയ ആളാണ്. ചന്ദ്രൻ ഇവിടെ എത്തിയിട്ടില്ല. ചന്ദ്രനെയും ഷെൽവിയെയും കാണാനാണ് ഇവിടെ ബിജു രാധാകൃഷ്ണനും സോളാർ സംഘവും എത്തിയത്. എന്നാൽ ഷെൽവി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. തുടർന്ന് ചന്ദ്രനെ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. ഇതിനനുസരിച്ച് ഇതിന് ശേഷമാണ് ഷെൽവി എന്നയാൾ ദൂതൻ മുഖേന പോലീസിനടുത്ത് ചന്ദ്രൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു, ബിജു രാധാകൃഷ്ണൻ ഏൽപ്പിച്ച ഒരു പൊതി തന്റെ കൈവശമുണ്ട്, പക്ഷേ അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറില്ല. പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് ബിജു രാധാകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ അൻസാർ, സെൽവി ആണോ അവിടെ വന്നിട്ടുള്ളത്? അതോ സെൽവി പറഞ്ഞയച്ചിട്ടുള്ള ദൂതനാണോ അവിടെ വന്നിട്ടുള്ളത്? ഗോപികൃഷ്ണൻ, ഷെൽവി എന്നുള്ള ആളും ചന്ദ്രൻ എന്നുള്ള ആളും ഒരു വീട്ടിലുള്ള ആൾക്കാരാണ്. ചന്ദ്രൻ എന്നുള്ള ആളാണ് ബിജു രാധാകൃഷ്ണന്റെ സുഹൃത്ത്. ബിജു രാധാകൃഷ്ണൻ ഇടയ്ക്ക് കുറെ നാൾ ഈ വീട്ടിൽ ഇവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നതാണ്. ചന്ദ്രനും ഷെൽവിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നമുക്ക് ഇതുവരെയും വ്യക്തമല്ല. ഇദ്ദേഹത്തിന്റെ അമ്മയാണ് ഷെൽവി എന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന സൂചന. ബിജു രാധാകൃഷ്ണന്റെ സുഹൃത്തായ സെൽവിയുടെ ദൂതൻ സ്ഥലത്തെത്തി. ദൂതനുമായി ഇപ്പോൾ കമ്മീഷൻ അംഗം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പൊതി കൈമാറിയിട്ടുണ്ട്. അത് ചില രേഖകളാണ് എന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ CD ഉണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും ഇനി വരുന്ന നിമിഷങ്ങളിൽ ഒരുപക്ഷെ ആ കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും. എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത് ശ്രീരാമകൃഷ്ണൻ MLA, T. സിദ്ദിഖ്, K. സജീവൻ, ഐസക് വർഗീസ്, അഡ്വക്കേറ്റ് ഉദയഭാനു എന്നിവരാണ്. ഒരു വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം ഈ ചർച്ചയിലേക്ക്. കോയമ്പത്തൂരിലെ സെൽവപുരത്ത് ബിജു രാധാകൃഷ്ണൻ ഏൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു പൊതി സെൽവിയുടെ വീട്ടിൽ ചന്ദ്രന്റെ ബന്ധുക്കൾ കൈമാറാൻ സന്നദ്ധരായിട്ടുണ്ടെന്നതാണ് സെൽവപുരത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അതിൽ CD ഉണ്ടോ അതോ ലാപ്ടോപ്പ് ആണോ എന്ന കാര്യം വ്യക്തമായിട്ടില്ല. കമ്മീഷന്റെ പ്രതിനിധി വീട്ടുകാരുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഇത് കൈമാറാൻ വീട്ടുകാർ സന്നദ്ധരായിട്ടുള്ളത്. സെൽവിയുടെ ദൂതൻ മുഖേനയാണ് ഇത് കൈമാറാൻ
സാധ്യതയുള്ളതെന്നാണ് അറിയുന്നത്. വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. അതോടൊപ്പം അതിഥികളായി ശ്രീരാമകൃഷ്ണൻ MLA, ടി സിദ്ദിഖ്, എ സജീവൻ മാധ്യമപ്രവർത്തകൻ, ഐസക് വർഗീസ്, അഡ്വക്കേറ്റ് ഉദയഭാനു എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ശ്രീരാമകൃഷ്ണൻ, താങ്കൾ ക്ഷമിക്കണം, താങ്കൾക്കറിയാമല്ലോ സെൽവപുരത്ത് നിന്നും വരുന്ന ഓരോരോ പുതിയ വിവരങ്ങൾ അത് നൽകുകയായിരുന്നു ഞാൻ. ശ്രീരാമകൃഷ്ണൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വാർത്ത, ബിജു രാധാകൃഷ്ണൻ ഏൽപ്പിച്ച ഒരു പൊതി ലാപ്ടോപ്പാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ഒരു പൊതി കമ്മീഷന് കൈമാറാൻ വീട്ടുകാർ സന്നദ്ധരായിരിക്കുന്നു. ശ്രീരാമകൃഷ്ണൻ. അതെ, തീർച്ചയായും അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കുകയോ നേരത്തെ സിദ്ദീഖ് പറഞ്ഞതുപോലെ അമിതമായി ഞങ്ങൾ വിഷമിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞാനതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു തെളിവെൻ്റെ കൈവശമുണ്ട്, അത് ഹാജരാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ആളുടെ ബാധ്യതയാണത്. ഒരുപക്ഷെ സിദ്ദീഖിന് ഇപ്പോൾ കുറച്ച് വിഷമം വന്നിട്ടുണ്ടാവും, കാരണം ഈ വാർത്ത കൊണ്ട്. ഇവിടെ വന്നിട്ടുള്ളൊരു കാര്യം, ഈ ക്രിമിനലുകളുമായിട്ട്, ഈ ക്രിമിനൽ ഗൂഢാലോചന സംഘവുമായിട്ട് അവിഹിതമായ ബന്ധം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ടായിരുന്നോ എന്നുള്ളതാണ് പ്രശ്നം. അതുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു അനുബന്ധ തെളിവ് കൂടിയാണിത്. കാരണം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇത്തരം തെളിവുകളെല്ലാം വളരെ സ്വാഭാവികമായിട്ട് ഒഴുകി പുറത്തു വരുമെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. കാരണം ഇന്ന് വരെയുള്ള അനുഭവങ്ങൾ അതല്ല. ഈ അന്വേഷണം സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവവുമായി നടക്കട്ടെ, അതിൻ്റെ കുറ്റവാളികൾ ആരാണെങ്കിലും പുറത്തു വരട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എവിടെയും അങ്ങനെയുള്ള ഒരു സംഗതിയല്ല നടന്നത്. ഞാൻ പറഞ്ഞു, കേരളത്തിലെ 10-40ഓളം വരുന്ന കേസുകൾ ഒത്തുതീർന്നു, പണം കൊടുത്തിട്ടാണ് തീർന്നത്. ജയിലഴികൾക്കിടയിൽ കടന്നിരുന്ന സാമ്പത്തികമായി തകർന്നു പോയ പാപ്പരായ സരിത എസ് നായർക്ക് ഈ പണം കൊടുക്കാൻ എവിടെ നിന്നാണ് ലഭിച്ചത്? അതിൻ്റെ സോഴ്സ് ഇന്നവർ അന്വേഷിച്ചോ? കേരളത്തിൻ്റെ ഹൈക്കോടതി ചോദിച്ചില്ലേ? ഗവൺമെൻറ് അന്വേഷിച്ചോ? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ പണം കൊടുക്കാൻ കഴിയുന്നത് നിങ്ങൾ അന്വേഷിക്കേണ്ടത്? നിങ്ങളെ പോലീസ് എന്താണ് ചെയ്യുന്നത്? കേരളത്തിൽ ഹൈക്കോടതി ചോദിച്ചിട്ട് ഇപ്പോൾ 7 മാസം കഴിഞ്ഞല്ലോ, അന്വേഷിക്കലുണ്ടായില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആരോ ബിഹൈൻഡ് ദ കർട്ടൻ, യവനികയ്ക്ക് പിറകിൽ ആരോ ഈ ഗൂഢാലോചനകൾക്കെല്ലാം സഹായിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഉള്ള തെളിവുകൾ പുറത്തു വരാതിരിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കമ്മീഷൻ വിളിച്ചപ്പോൾ പോകുന്നതിന് മുൻപ് അദ്ദേഹത്തെ പഠിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും പ്രലോഭിപ്പിക്കാനുമായിട്ട് ഒരു ജയിൽ സൂപ്രണ്ട് 20 തവണ വിളിച്ചുകൂട്ടി സംസാരിച്ചത്. ആ സംസാരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എന്തായി? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, തീർച്ചയായിട്ടും ഈ തെളിവും കേരളത്തിൻ്റെയോ അന്വേഷണ കമ്മീഷൻ്റെയോ ക്രിമിനൽ സംഘത്തിൻ്റെയോ മുന്നിൽ വരുമെന്നതിന് യാതൊരു തെളിവുമില്ല. 1. 2, വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ഒരു പരിമിതിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഇത് ക്രിമിനൽ അന്വേഷണം കൂടുതൽ തുടരന്വേഷണമോ പുനരന്വേഷണമോ നടത്തേണ്ട നിലയിലേക്കുള്ള വെളിപാടുകൾ വന്ന സാഹചര്യത്തിൽ അങ്ങനെ ക്രിമിനൽ അന്വേഷണം കൂടി ആരംഭിക്കേണ്ടതുണ്ട് എന്നതാണ് പുതിയ സാഹചര്യങ്ങൾ വരുന്നത്. അതിന് ഗവൺമെൻറ് തയ്യാറുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് അതിനല്ലേ രംഗത്തിറങ്ങേണ്ടത്? അപ്പോൾ ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു നീതിയും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് നമുക്കെല്ലാവർക്കും കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഗോപികൃഷ്ണൻ. റൈറ്റ്. ശ്രീ എ സജീവൻ, ഇവിടെ ഒരു ഭാഗത്ത് സരിത എസ് നായർ ഉമ്മൻചാണ്ടി പിതൃതുല്യനാണ്, ഈ പറയുന്നത് പോലെ ഒരു CD പുറത്തിറങ്ങാനില്ല എന്ന് പറയുന്നു. മറുഭാഗത്ത് ബിജു രാധാകൃഷ്ണൻ CD ഉണ്ട്, അത് കണ്ടെത്താൻ വേണ്ടി കമ്മീഷൻ ഒരു സംഘത്തെ വിടുന്നു, ഇപ്പോൾ ഒരു പൊതി കൈമാറിയിരിക്കുന്നു. CD ആണോ എന്താണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇതിനെല്ലാം പിന്നിൽ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഗൂഢാലോചന, അല്ലെങ്കിൽ ഇതെല്ലാം നിയന്ത്രിക്കുന്ന മറ്റൊരു ശക്തി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മൾ ഈ കാണുന്നതെല്ലാം ഒരു നാടകത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമാണോ? തീർച്ചയായിട്ടും അതിൻ്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നേരത്തെ അലക്സ് പറഞ്ഞ പോലെ ബിജു രാധാകൃഷ്ണനും സരിതയും ചേർന്നുള്ള ഒരു ഗൂഢാലോചന തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ സംശയിക്കാവുന്നതാണ്. സരിത പറഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ കമ്മീഷന് മുമ്പാകെ പറഞ്ഞതെന്ന് ബിജു രാധാകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സരിത നിഷേധിച്ചു. ഇവിടെയൊക്കെ ഉണ്ടാവും. ഈ കേസ് അല്ലാതെ തന്നെ ഇതിനു മുമ്പുള്ള പല കേസുകളിലും ഇത്തരത്തിലുള്ള ഗൂഢാലോചന, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ ഒരു തരത്തിലുള്ള ബാർഗെയിനിങ് എപ്പോഴും നടത്താറുണ്ട്. ആ ബാർഗെയിനിങ്ങിൻ്റെ ഭാഗമാണോ ഇത് എന്നറിയില്ല. ഇപ്പോൾ പറയുന്ന പിടിച്ചെടുത്ത കവറ്, പിടിച്ചെടുക്കാൻ പോകുന്ന കവറ്, അതിനകത്ത് എന്താണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ എന്തോ ഒരു സംഭവമുണ്ട്. ബിജു രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ സെൽവിയുടെ അടുത്ത് എന്തോ ഒരു കവർ ഏൽപ്പിച്ചിട്ടുള്ള കാര്യം ഉറപ്പാണ്. ആ കവറിനകത്ത് ഇനി എന്താണ് എന്നുള്ളത് കമ്മീഷൻ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. ആ കമ്മീഷൻ പരിശോധിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. അത് കണ്ടെത്താം. പക്ഷേ ഇപ്പോഴും താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംശയം, ഇതിനൊക്കെ പിന്നിൽ ഈ പറയുന്നതിനൊക്കെ പിറകിൽ എന്തെല്ലാമോ ഗൂഢ കളികളുണ്ട്. അതൊരു പക്ഷേ മുഖ്യമന്ത്രിയെ അനാവശ്യമായിട്ട് ടാർണിഷ് ചെയ്യാനുള്ള കളിയാവാം, അതല്ലെങ്കിൽ ഇന്ന് രക്ഷപ്പെടാനുള്ള കളികളാവാം. ഇത് പലത് ഞാൻ ഏതായാലും ഒരാളെ പ്രത്യേകമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ സംശയിക്കാവുന്ന രൂപത്തിൽ എന്തെല്ലാമോ ഗൂഢാലോചനയും എന്തെല്ലാമോ ഉള്ളുകള്ളികളും ഇതിന് പിറകിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.
സിദ്ദിഖ്, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ട്. എന്തെങ്കിലും ഒന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം, പൊതുജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന്. ഒരുപക്ഷെ ഈ CD-യിലെ വിവരങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കൈമാറിയിട്ടുള്ള ലാപ്ടോപ്പ് ആണെന്ന് കരുതുന്നു, വിവരങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഈ രേഖകൾ ഒരുപക്ഷെ ഒരു വലിയ തെളിവായി മാറാനുള്ള സാധ്യതയെ അപ്പാടെ തള്ളിക്കളയാൻ സിദ്ദിഖിന് കഴിയുമോ? ഒന്ന്, അപ്പാടെ തള്ളിക്കളയുന്നു എന്നുള്ളത് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ചർച്ചകളും വാചകങ്ങളും പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ഒക്കെ ഉയർത്തി കാണിച്ചിട്ടുണ്ട്. അതെല്ലാം പൊളിയേണ്ടതുണ്ട്, പൊളിയുകയും ചെയ്യും, തർക്കം വേണ്ട നിങ്ങൾക്ക്. കാരണം CD ഉണ്ട്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ വാചകം എന്താ? തെളിവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ കുഴഞ്ഞേനെ. ബിജു രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട് തെളിവുണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. തെളിവ് ഹാജരാക്കട്ടെ. ഇപ്പോൾ സെൽവപുരത്ത് നിന്ന് പിടിക്കുന്നതായിരിക്കുന്ന സാധനം എന്താണോ അത് കൊണ്ടുവന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഹാജരാക്കട്ടെ. അതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഹാജരാക്കട്ടെ, തെളിയിക്കട്ടെ, അതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഞങ്ങൾക്കതിൽ പിറകോട്ട് പോകുന്ന പ്രശ്നമില്ല. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ബിജു രാധാകൃഷ്ണൻ അത് ഹാജരാക്കുന്നില്ലെങ്കിൽ കമ്മീഷന്റെ മുമ്പിൽ ഹാജരാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ പോകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ വല്ല തെളിവിന്റെ കണികയുണ്ടെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനമല്ല, ഞാൻ പൊതുപ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ അവകാശം എനിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, അതെന്റെ മനസ്സാക്ഷിയുടെ ധാർമ്മികതയുടെ ശേഷിയാണെന്ന് പറഞ്ഞു. ആ വാചകത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു കാര്യം അടിസ്ഥാനപരമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളെ ഇതൊന്നും ബാധിക്കുന്നില്ല. മുഖ്യമന്ത്രി ഇന്ന് ഡൽഹിയില, 5 മന്ത്രിമാരും കൂടെ ഡൽഹിയില. അവിടെ ചർച്ച നടത്തുന്നു, അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നു, അവിടെ ഓരോ കാര്യങ്ങളുമായി പോകുന്നു. ഇവരുടെ ലക്ഷ്യം എന്താ? ഇവർക്കൊരു ലക്ഷ്യമുണ്ട്. ഇവർ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതും ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് പിറകിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം വളരെ കൃത്യമാണ്. ഇവര് സരിതാ നായരിയായിട്ട് നടന്നു, ഞങ്ങൾ കൊച്ചി മെട്രോയുടെ ജോലിയിലായിരുന്നു. ഇവർ ബിജു രമേശുമായിട്ട് നടന്നു, ഞങ്ങൾ കണ്ണൂർ എയർപോർട്ടിന്റെ പരിപാടികളായിട്ട് മുന്നോട്ട് പോയായിരുന്നു. ഇവർ ബിജു രാധാകൃഷ്ണനായിട്ട് മുന്നോട്ട് പോയി. ഞങ്ങൾ അന്ന് വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടനമായിട്ട് പോവുക. ഞങ്ങൾക്ക് ഭരണപരമായ വികസനപരമായ അജണ്ട മുൻനിർത്തി ഞങ്ങളുടെ ഗവൺമെന്റ് കൃത്യമായി മുന്നോട്ട് പോകുന്നു. ഇവര് ഈ ഗവൺമെന്റിനെ സംശയത്തിന്റെ നിഴലിലും മാന്യനായ മുഖ്യമന്ത്രിയുടെ പൊതുപ്രവർത്തനത്തെ തേജോവധം ചെയ്യാൻ ക്രിമിനലുകൾ വരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീരാമകൃഷ്ണനോട്, നിങ്ങൾ ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ സോളാർ കേസില്ലേ? നിങ്ങൾ പറയുന്നത് കേട്ടാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊണ്ടുവന്നാണെന്നല്ലോ കരുതുന്നേ. നിങ്ങൾ ഭരിച്ചപ്പോൾ 14 സിവിൽ കേസ് ഉണ്ടായിരുന്നു, ഞങ്ങളത് ക്രിമിനൽ കേസാക്കി. നിങ്ങൾ ഭരിച്ചപ്പോ കൊലപാതക കേസ് നിങ്ങൾ 498 ഞങ്ങളാണ് സരിതാ നായരെ അറസ്റ്റ് ചെയ്തേ, ഞങ്ങളാണ് ക്രിമിനൽ കേസാക്കിയത്, ഞങ്ങളാണ് ബിജു രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തേ, ഞങ്ങളാണ് ഇവരുടെ കയ്യിൽ നിന്ന് തൊണ്ടി മുതൽ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ആളുകൾക്കൊന്നും മറവി രോഗം ബാധിച്ചിട്ടില്ല, വായിൽ തോന്നിയത് ഇങ്ങനെ വിളിച്ചു പറയല്ലേ സിദ്ദീഖേ? കൈരളി TV നിങ്ങളുടെ നേതൃത്വവുമായിട്ടും MLA-മാരുമായിട്ടുള്ള അവിഹിത ബന്ധത്തിന്റെയും ടെലിഫോൺ കാളുകളുടെയും വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഈ കേസ് ഉണ്ടായത്. അല്ല, നിങ്ങളൊരു ചുക്കും ചെയ്തിട്ടില്ല, നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ കൊണ്ടുവരുന്നു പറഞ്ഞു, ഞങ്ങൾ എന്ത് കൊണ്ടുവരുന്നു? ശ്രീരാമകൃഷ്ണൻ പറഞ്ഞതുപോലെ പുറത്തു വന്ന കാര്യം സിദ്ദിഖ് മറന്നുപോയി. ഭാര്യ രശ്മി നായർ മരിച്ചതെന്ന അവരുടെ ഫോറൻസിക് റിപ്പോർട്ട് വന്നതെന്ന, അവരുടെ രശ്മി നായരെ കൊന്നതിന്റെ ഫോറൻസിക് റിപ്പോർട്ട് വന്നതെന്ന. അതാണോ സോളാർ കേസ്? അതാണോ സോളാർ? കോടിയേരി ഭരിക്കുമ്പോ അങ്കിൾ കോടിയേരി എന്നാണ് കായംകുളത്തെ തട്ടിപ്പ് കേസിൽ സരിതാ നായർ പറഞ്ഞത്. അങ്കിൾ കോടിയേരിയോട് ഞാൻ ആവശ്യമില്ലാത്ത പറയില്ല, അതിന്റെ വിശദാംശമുണ്ട്. കോടതി ഞാൻ ഇടപെടും. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞതുപോലെ സിദ്ദിഖ്, ഫോൺ കോളിന്റെ ഡീറ്റെയിൽസ് പുറത്തു വന്ന കാര്യമൊക്കെ സിദ്ദിഖ് ഇതിനിടയിൽ മറന്നുപോയോ? ഒരു വിധി പറഞ്ഞല്ലോ പത്തനംതിട്ട, ഇതുകൂടെ പറഞ്ഞോണ്ട് അവസാനിപ്പിക്കുക. പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഗോപി, ഒരൊറ്റ പ്രധാനപ്പെട്ട കാര്യം ഇതുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. പറയുന്നില്ലേ? പറയുന്നില്ലേ? അവസാനിപ്പിച്ചോ ഗോപി? ഞാൻ പറഞ്ഞോട്ടെ, പറയൂ. പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഡോക്ടർ RB നായർ എന്ന് പറഞ്ഞ് അദ്ദേഹം തട്ടിപ്പ് നടത്തിയ കേസിന്റെ വിധി പറഞ്ഞതിന്റെ ജഡ്ജ്മെന്റിൽ പറഞ്ഞത് 1996 IPS കേഡർ ഉദ്യോഗസ്ഥനാണ് ഞാൻ നാദാപുരം ASP ആയിരുന്നു. ഞാൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ
യൂണിയൻ പ്രസിഡന്റിന്റെ സോളാർ എനർജി ലീഗൽ അഡ്വൈസറാണ് ഞാൻ. എനിക്ക് സോളാർ എനർജിയിൽ PhD ഉണ്ട്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ അഡ്വൈസറാണ്. പ്ലസ് ഒരു കാര്യം കൂടെ പറഞ്ഞു. അതാണ് ശ്രീരാമകൃഷ്ണനോടുള്ള എന്റെ ചോദ്യം. കൈരളി ചാനൽ 50 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു അഭിമുഖം ഡോക്ടർ RB നായരുടേത് രേഖപ്പെടുത്തുകയും അത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, കൈരളി ചാനൽ അത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൈരളി ചാനൽ തട്ടിപ്പിന് കൂട്ടുന്നു എന്ന് നിങ്ങൾ പറയോ? നിങ്ങളെ മന്ത്രിമാരെയും നിങ്ങളുടെ ചാനലിനെയും കൂട്ടുനിന്നു നിങ്ങൾ പറയോ? മാന്യന്മാരായ ആളുകളെ കബളിപ്പിക്കാൻ കള്ളന്മാർ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട്. തൽക്കാലം അവിടെ നിൽക്കട്ടെ. പൊതി കൈമാറാൻ പോകുന്നു. ആ പൊതിയിൽ എന്താണെന്ന് നമുക്കറിയില്ല. ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ CD-യും അതിലെ ദൃശ്യങ്ങളും അതടങ്ങുന്ന ലാപ്ടോപ്പുമാണോ എന്നറിയില്ല. ഐസക് വർഗീസ്, താങ്കൾ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു ഗൂഢാലോചനയാണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന രംഗങ്ങൾ, അതായത് പൊതി ഏൽപ്പിച്ചിട്ടുണ്ട് ബിജു രാധാകൃഷ്ണൻ, ആ പൊതി ഇപ്പോൾ കൈമാറാൻ ഈ കമ്മീഷൻ പ്രതിനിധികൾക്ക് കൈമാറാൻ ബന്ധുക്കൾ സന്നദ്ധരായിരിക്കുന്നു. ആ ഘട്ടം വരെ എത്തിയിട്ടുണ്ട്. ഇനിയും താങ്കൾ അത് തന്നെ വിശ്വസിക്കുന്നു, ഗൂഢാലോചനയാണ്, ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്? അല്ല, അത് ഇന്ന് കമ്മീഷൻ എടുത്ത ശക്തമായ നിലപാടാണ് അതിന് കാരണം. കമ്മീഷൻ എടുത്ത ശക്തമായ നിലപാടാണ് ഇന്ന് ആ പൊതി കൈമാറാൻ സാധ്യത. അതിന് കാരണം അതേപോലെ തന്നെ നേരത്തെ കോൾ ലിസ്റ്റിനെ പറ്റി പറഞ്ഞു. കോൾ ലിസ്റ്റിലെ മുൻ മന്ത്രി KC വേണുഗോപാൽ അടക്കം ഒട്ടനവധി പേരെ ഈ ഫോൺ കോൾ ലിസ്റ്റ് ഉണ്ട്. ഞാനാണ് അത് ഹാജരാക്കിയിട്ടുള്ളത്. ഞാനാണ് ഓൾ കേരള ആന്റി കറപ്ഷൻ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി ആ കോൾ ലിസ്റ്റ് അവിടെ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയിട്ടുള്ള വ്യക്തി ഞാനാണ്. അങ്ങനെ ഒരു കോൾ ലിസ്റ്റ് ഉണ്ട്. അതിൽ മറ്റേ ചോപ്പൻ്റെയും ജിക്കുമോൻ്റെ എല്ലാവരും നമ്പറുകളുണ്ട്. സരിത സ്ഥിരമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പറുകൾ അതൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ഇവർ പല ഇത് പറയുന്നതാണ്. പക്ഷേ എന്തായാലും പൊതി അവർ ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും അത് കമ്മീഷന്റെ ശക്തമായ നിലപാടാണ്. കമ്മീഷനെ പരിഹസിച്ചവർക്ക് ഇവിടെ ഉണ്ട്. എങ്കിലും കമ്മീഷന്റെ ശക്തമായ ഇന്നൊരു തീരുമാനം ഉണ്ടാവണം എന്നാണ് കാലത്ത് കമ്മീഷൻ പറയുന്നത്. ഞാൻ ശ്രീരാമകൃഷ്ണൻ സമയം കൊടുത്തു. ശ്രീരാമകൃഷ്ണൻ, താങ്കൾക്ക് സിദ്ദിഖ് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയാം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ചെറിയ സമയത്ത്. അല്ല, സിദ്ദിഖ് ഇപ്പം എന്താ പറഞ്ഞതിന് കാര്യമായിട്ട് കേരളത്തിലെ 14 കേസുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ദേശീയ ഗവൺമെൻറ് എൻലിസ്റ്റ് ചെയ്യപ്പെട്ട 22 കമ്പനികൾ, സോളാർ കമ്പനികളുള്ള സമയത്ത് ആ കമ്പനികളെയെല്ലാം മാറ്റി നിർത്തി രജിസ്ട്രേഷൻ കിട്ടാത്ത, എൻലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു കമ്പനിക്ക് വേണ്ടിയുള്ള ഷോക്കേസായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറി എന്നുള്ള ആക്ഷേപത്തെക്കുറിച്ച് സിദ്ദീഖിൻ്റെ അഭിപ്രായം എന്ത്? 44 കേസുകൾ പരിഹരിക്കാൻ 22 കോടി രൂപ പണം കൊടുത്ത് പ്രശ്നം പരിഹരിച്ചതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി കേരളത്തിലെ സിദ്ദീഖിൻ്റെ പോലീസിനോട് ചോദിച്ചിട്ട് അന്വേഷണം നടക്കാത്തത് എന്തുകൊണ്ട്? അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് ശ്രീരാമൻ എന്ന് പറയുന്ന ജയിലറെ സ്ഥലം മാറ്റിയത് എന്തിന്? 24 പേജുള്ളത് 4 പേജാക്കി മാറ്റിയതിന്റെ പറയുന്ന ഗൂഢാലോചന അന്വേഷിച്ച് കണ്ടുപിടിക്കാത്തത് എന്തുകൊണ്ട്? ജയിൽ സൂപ്രണ്ട് 20 തവണ കണ്ടിട്ട് ഇദ്ദേഹത്തെ കമ്മീഷൻ മുൻപാകെ ഹാജരാകാതിരിക്കാനും ഹാജരാകുന്നതിന് മുൻപ് പാഠങ്ങൾ പഠിപ്പിക്കാനും വേണ്ടി മെനക്കെട്ടത് എന്തിന്? ഇത് വല്ലതും അന്വേഷിച്ചിട്ടുണ്ടോ? ഇതിനൊന്നും ഉത്തരം പറയാതെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സജീവൻ, ഇവിടെ സിദ്ദിഖ്, താങ്കൾ ശ്രദ്ധിച്ചു കാണാം, ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, ഒരു ക്രിമിനലിന്റെ വാക്കുകൾ കേട്ട്, ഒരു ഭാര്യയെ കൊന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന ഒരാളുടെ വാക്കുകൾ കേട്ട് അയാൾ തെളിവുകളുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്നതിലെ അസംബന്ധതയെക്കുറിച്ചാണ് സിദ്ദിഖ് ആവർത്തിച്ച് പറയുന്നത്. താങ്കൾ അതിനെ ആ നിലയ്ക്ക് ഈ കാര്യങ്ങളെ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയല്ല കാണേണ്ടത്. കാരണം സിദ്ദിഖ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഇതിന് തൊട്ട് മുമ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബാർക്കോഴ കേസിന് തുടക്കം മുതൽ തന്നെ സിദ്ദിഖിൻ്റെ പാർട്ടിക്കാരും UDF-ൻ്റെ എല്ലാ ആളുകളും പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ മാണി പ്രത്യേകിച്ചും പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരു ബാർ മുതലാളി തൻ്റെ ബാർ അടച്ചുപൂട്ടിയതിലുള്ള പ്രതിഷേധം കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നതൊക്കെ ആണോ ഇവിടെ ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചു. അത് പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്താണ്. ഇത് ഒന്നും തെളിവല്ല. ഒരു ബാർ മുതലാളിയുടെ ജൽപ്പനങ്ങൾ എന്ന രീതിയിൽ നമ്മൾ തള്ളിക്കളയണം എന്ന് പറഞ്ഞാണ്. പക്ഷേ എന്തുണ്ടായി? കുറേ കഴിഞ്ഞപ്പോൾ ഈ ബാർ മുതലാളി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. കോടതി അതിൽ ഇടപെട്ടു. അവസാനം മാണി പുറത്തായി. ഇതേപോലെ ബാബുവിൻ്റെ കേസിൽ ഈ ക്വിക്ക് വെരിഫിക്കേഷൻ്റെ കാര്യം, മാണിക്കെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ നടന്നു, ബാബുവിനെതിരെ നടന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞത് ഇതൊക്കെ നടന്നു എന്ന് പറയും. എന്നാൽ അവസാനം എന്താ സംഭവിച്ചത്? ഈ പറയുന്ന ബാർ മുതലാളി പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇന്നലെ വിജിലൻസ് കോടതി ഇതേപോലെ പറഞ്ഞു, അന്വേഷണം നടത്തണം, ദ്രുത പരിശോധന നടത്തണം എന്നുള്ള കാര്യം. അപ്പോൾ പറയുന്നത് ആരും എന്നുള്ളതല്ല, ഈ നമ്മുടെ നിയമപ്രകാരം
ആര് പറഞ്ഞാലും 1000 വട്ടം ശിക്ഷിക്കപ്പെട്ട ആൾ പറഞ്ഞാലും അയാൾ പറഞ്ഞത് ഒറ്റയടിക്ക് തെറ്റാണെന്ന് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ തന്നെ ബിജു രാധാകൃഷ്ണൻ ഈ ഒരു എൻ്റെ അടുത്ത് തെളിവുണ്ടെന്ന് പറഞ്ഞു. ഈ കമ്മീഷൻ ഇതൊന്നും പരിഗണിക്കാതെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് കള്ളക്കളി കളിച്ചു എന്നുള്ള വരില്ലേ? ഇപ്പൊ കമ്മീഷന്റെ പ്രതിനിധിക്ക് കൈമാറാൻ പോകുന്ന പൊതിയിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്? അതിൽ CD ഉണ്ടോ? ലാപ്ടോപ്പിൽ മറ്റെന്തെങ്കിലും ദൃശ്യങ്ങളുണ്ടോ? ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്നതും ഇത് തന്നെയായിരിക്കും. സിദ്ദിഖ്, ഈ വിഷയത്തിന്റെ പ്രസക്തി അതുകൊണ്ട് തന്നെ നഷ്ടമാകുന്നില്ല. രാഷ്ട്രീയ കേരളം തുടർന്നും ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയമായി സോളാർ കേസ് അവശേഷിക്കാനുള്ള സാധ്യതയുമുണ്ട്. വളരെയധികം നന്ദി ശ്രീരാമകൃഷ്ണൻ, ടി സിദ്ദിഖ്, എ സജീവൻ, ഐസക് വർഗീസ്, അഡ്വക്കേറ്റ് ഉദയഭാനു ഈ ചർച്ചയിൽ പങ്കെടുത്തത്. സെൽവപുരത്ത് ബിജു രാധാകൃഷ്ണൻ ഏൽപ്പിച്ചിട്ടുള്ള ഒരു പൊതി, ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ള പൊതി കൈമാറാനുള്ള ധാരണ ഏതാണ്ടായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇത് ഇപ്പോൾ ചന്ദ്രന്റെ വീട്ടിലുള്ള ചന്ദ്രന്റെ ബന്ധുക്കളാണ് ഈ പൊതി കൈമാറാൻ പോകുന്നത്. വിവരങ്ങളുമായി ഇർഷാദ് പടന്ന കോയമ്പത്തൂരിലെ സെൽവപുരത്ത് നിന്ന് തത്സമയമുണ്ട്. ഇർഷാദ്, ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ധാരണ എന്താണ്? ബിജു രാധാകൃഷ്ണൻ ഏൽപ്പിച്ചിട്ടുള്ള പൊതി കൈമാറുക എന്നുള്ളതാണോ? അത് ആര് മുഖേനയാണ് കൈമാറാൻ പോകുന്നത്? കൈമാറണം എന്ന നിർദ്ദേശം ആര് നൽകി? ഇപ്പോൾ ആരൊക്കെ ഉണ്ട് അവിടെ? ഗോപി, നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഇപ്പോൾ ചന്ദ്രനിൽ നിന്നും നിർദ്ദേശം കിട്ടി. നേരത്തെ ബിജു രാധാകൃഷ്ണൻ നൽകിയ ഒരു പൊതി, അതൊരു കിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കിറ്റ് അവിടെ ഉണ്ട് എന്ന് അവർ അത് ബിജു രാധാകൃഷ്ണൻ നൽകിയതാണെന്ന് അവർ തിരിച്ചറിയുന്നു. അവർ ബിജു രാധാകൃഷ്ണനെ ഏൽപ്പിക്കാൻ തയ്യാറാവുന്നു. കമ്മീഷൻ അംഗവും പോലീസ് സംഘവും അവരോട് ചോദിച്ചെങ്കിലും ഇത് ബിജു പറയുന്ന ആൾക്ക് അല്ലെങ്കിൽ ബിജുവിന് മാത്രമേ കൈമാറുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം ഇപ്പോൾ ബിജു കമ്മീഷൻ അംഗത്തിന് കൈമാറണമെന്ന് നിർദ്ദേശിക്കുന്നു. എങ്കിൽ തന്നെയും ബിജു നേരിട്ട് കൈപ്പറ്റി കമ്മീഷനെ ഏൽപ്പിക്കാം എന്ന ധാരണയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇതിനുവേണ്ടി ചന്ദ്രന്റെ വീട്ടിലേക്ക് പോലീസ് സംഘവും കമ്മീഷൻ അംഗവും ബിജു രാധാകൃഷ്ണനും ഇപ്പോൾ കയറിപ്പോയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും അവസാനമായി നൽകാൻ പറ്റുന്ന വിവരം. ഗോപി, ബിജു രാധാകൃഷ്ണന്റെ അകന്ന ബന്ധുവാണ് സെൽവി എന്നറിയുന്നു. സെൽവി സ്ഥലത്തെത്തിയിട്ടുണ്ടോ? അതല്ല സെൽവി പറഞ്ഞിട്ടുള്ള ആൾ മുഖേനയാണോ ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്? ഗോപി, അത് സംബന്ധിച്ച അവ്യക്തതയുണ്ട്. സെൽവി ആരാണ് എന്നത് ഇപ്പോഴും ബന്ധുവാണെന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല. നേരത്തെ ഇവിടെ ബിജു രാധാകൃഷ്ണൻ താമസിച്ചിട്ടുള്ള ആളാണ്. സെൽവി ഇപ്പോൾ എന്തായാലും സ്ഥലത്തില്ല. ചന്ദ്രന്റെ അല്ലെങ്കിൽ സെൽവിയുടെ ബന്ധുക്കളാണ് ഇവിടെ ഇപ്പോൾ നൽകാൻ തയ്യാറാകുന്നത്. നിരന്തരം സെൽവിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം ഈ ഘട്ടത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ നേരത്തെ ഉണ്ടായിരുന്നതിൽ കൂടുതൽ ആരും തന്നെ ഇപ്പോൾ വീട്ടിൽ വന്നിട്ടില്ല. ഈ ബന്ധുക്കൾ കൈമാറാൻ വേണ്ടിയുള്ള ധാരണയായിട്ടുണ്ട്. ചന്ദ്രന്റെ വീട്ടുകാർ അത് കൈമാറാൻ എന്നാണ് ഇപ്പോൾ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. അവർ അടച്ചിട്ട മുറിയിൽ ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. ഇർഷാദ് പടന്നയാണ് കോയമ്പത്തൂരിലെ സെൽവപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഈ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.